ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന കാർഷിക മേള ഡിസംബർ 26 മുതൽ ജനുവരി 4 വരെ നടക്കുമെന്ന് ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ മന്ത്രി പി ജെ ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലാണ് കാർഷിക മേള നടക്കുന്നത്. ഡിസംബർ 26 തീയതി വൈകിട്ട് 5:30 കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഹമന്ത്രി പ്രൊഫസർ KV തോമസ് കാർഷിക മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി ജെ ജോസഫ് അധ്യക്ഷത വഹിക്കും. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. PT തോമസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകന് 2 ലക്ഷം രൂപയും കർഷക തിലക് അവാർഡും നൽകി ആദരിക്കും. ഇടുക്കി ജില്ലയിലെ മികച്ച ക്ഷീര കർഷകനും മികച്ച ജൈവ കർഷകനും ഓരോ ലക്ഷം രൂപയും പുരസ്കാരവും നൽകും. 27 തീയതി ഉച്ചകഴിഞ്ഞ് 3 ഭക്ഷ്യസുരക്ഷയും പുരോഗതിയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 ജോർജ് പീറ്റർ നയിക്കുന്ന ഗാനമേളയുണ്ടായിരിക്കും. 28 തീയതി തെങ്ങ് കൃഷിയും നാളികേര ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 29 തീയതി രാവിലെ 10:30 ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്വാന പ്രദർശനം നടക്കും. മന്ത്രി K ബാബു ശ്വാന പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 നടക്കുന്ന ജലസുരക്ഷാ സെമിനാർ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. 30 തീയതി വൈകിട്ട് 7 മണിക്ക് ഗാനസന്ധ്യയും മിമിക്സ് പരേഡും നടക്കും. 31 ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന റബ്ബർ കൃഷിയും വിലയിടിവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ധനമന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. ജനുവരി 1 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന പച്ചക്കറി കൃഷിയും പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. 2 തീയതി ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന ക്ഷീരകർഷക സമ്മേളനം മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന കലാപരിപാടികൾ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കസ്തൂരി രംഗൻ റിപ്പോർട്ടും ജനവാസ കേന്ദ്രങ്ങളും എന്ന വിഷയത്തിൽ സിംപോസിയം നടക്കും. വൈകിട്ട് 7 ജാഫർ ഇടുക്കി ഒരുക്കുന്ന ചിരി സായാഹ്നം ഉണ്ടായിരിക്കും. 4 തീയതി വൈകിട്ട് 5:30 കർഷക അവാർഡ് വിതരണവും സമാപന സമ്മേളനവും നടക്കും. കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഗാന്ധിജി സ്റ്റഡി സെന്റർ ഭാരവാഹികളായ പ്രൊഫസർ MJ ജേക്കബ്, മത്തച്ചൻ പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കാർഷിക മേള ഡിസംബർ 26 തീയതി ആരംഭിക്കും. കേന്ദ്രമന്ത്രി ശ്രീ KV തോമസ് ആണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളന ഉദ്ഘാടനം മന്ത്രി CN ബാലകൃഷ്ണൻ തന്നെ നിർവഹിക്കും. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ 27 തീയതി മുതൽ ഉണ്ടായിരിക്കും. 7 ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും നല്ല ജൈവ കർഷകനെ കണ്ടെത്തി 2 ലക്ഷം രൂപയുടെ കർഷക തിലക അവാർഡ് നൽകുന്നതാണ്. അതുപോലെ ക്ഷീര കർഷകനും പ്രത്യേക അവാർഡുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകന് പ്രത്യേകമായ അവാർഡുണ്ടായിരുന്നു. 26 തീയതി പ്രശസ്ത സംഗീത സംവിധായകൻ M ജയചന്ദ്രനായിരിക്കും കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നണി ഗായിക മഞ്ജരിയുടെ നേതൃത്വത്തിൽ ഗാനമഞ്ജരി നടക്കും. തുടർന്ന് ചലച്ചിത്രതാരം ഷംന കാസിമും സംഘവും നൃത്തം അവതരിപ്പിക്കുന്നതാണ്. 27 തീയതി ജോർജ് പീറ്ററിൻ്റെ നേതൃത്വത്തിൽ യാബിൻ നിസാർ, അരുൺ നായിക്ക്, മിഥുൻ, ലത തുടങ്ങിയവർ പങ്കെടുക്കുന്നു. 29 തീയതി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഡോഗ് ഷോ ഉണ്ടായിരിക്കുന്നു. കാരണം ഈ കുളമ്പ് രോഗം വന്നതുകൊണ്ട് ഈ കാലി പ്രദർശനവും മത്സരവും ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ക്ഷീര കർഷക സമ്മേളനം 2 തീയതി ഉണ്ടായി.